ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളിന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. വേറൊന്നുമല്ല, എൻ്റെ മിന്നുമോൾ വരുന്ന ദിവസമാണ്. ചേച്ചിയുടെ മോളാണത്. അപ്പോൾ അവളെ വിളിക്കാനായിട്ട് ഞാനും എൻ്റെ പപ്പായും ഇച്ചുമോനും കൂടെ പോവുകയാണ്. അപ്പം രാവിലെ ഒരു 5 o'clock ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. ഒരു 4 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഞങ്ങളുടെ കുറേ കസിൻസൊക്കെ വീട്ടിൽ രാവിലെ വരുന്നുണ്ടായിരുന്നു. അപ്പം അവരും വേറെ സ്ഥലത്തു നിന്നാണ് വന്നത്. അപ്പം അതെടുക്കാനുള്ള സിറ്റുവേഷനൊന്നും പറ്റിയില്ല. അപ്പം ഞങ്ങളുടെ തൊട്ട് ബാക്കിലായിട്ട് ചേച്ചിയും രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡും കുഞ്ഞുമുണ്ട്, അപ്പുമോനും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അപ്പുമോനെ അറിയാമായിരിക്കുമല്ലേ. അവൻ ഞങ്ങളെല്ലാം കൂടി കൊച്ചി എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തി. ഇനി അവരെ കാണാനുള്ള ഒരു എന്താ പറയുന്ന ഒരു സന്തോഷത്തിലാണ്. എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ ആണെങ്കിൽ എൻ്റെ ഇച്ചുമോനെ കണ്ടിട്ടേ ഇല്ല. അപ്പം അവളെ കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷം സത്യം പറഞ്ഞാൽ ഞാൻ ഈ വ്ലോഗ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. 8:30 ആയപ്പോഴത്തേക്ക് അവർ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 8 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് കൊച്ചി എയർപോർട്ടിൽ എത്തിയിരുന്നു ഗൈസ്. അപ്പോൾ 9 മണിക്ക് അവർ ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. ഇതിന് മുമ്പ് തന്നെ, അതായത് ഒരു 2 മണി, രാത്രി 2 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് അച്ചാച്ചൻ അവിടെ എത്തി വേറെ റൂമിലേക്ക് മാറിയിരുന്നു. കാരണം അവർ രണ്ടുപേരും ടിക്കറ്റ് തമ്മിൽ വ്യത്യാസം ആയതുകൊണ്ട് അച്ചാച്ചൻ നേരത്തെ എത്തിയിരുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ അച്ചാച്ചൻ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അച്ചാച്ചനെ പിക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പം ഇച്ചുമോൻ ആദ്യമായിട്ടാണ് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയെ കാണുന്നത് തന്നെ. ഇതുവരെ അവൻ കണ്ടിട്ടില്ല. അപ്പം അവനും അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ മിന്നുമോൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇവരൊക്കെ കുറേ നാളിന് ശേഷം കാണുന്നത് കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും അച്ചാച്ചനെ പിക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇനി എന്താകും ഏതാണെന്ന് അറിയത്തില്ല. ഇച്ചുമോൻ ഇനിയും അച്ചാച്ചനുമായിട്ട് അടുക്കുമോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അവൻ വന്നപ്പോഴേ തന്നെ അച്ചാച്ചനെ അടുത്ത് പോയി. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇച്ചുമോന്. അപ്പോൾ മിന്നുമോളുമായിട്ട് ഇച്ചുമോൻ ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞപ്പം മാറാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. ആ സ്ഥലം എന്ന് പറയാനായിട്ട് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ സൈഡിൽ തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതാണ് അവൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരാണ്. ഒന്ന് ബെൽ ബട്ടൺ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നതായിരിക്കും. പുതിയ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം എനിക്ക് വീഡിയോ ഞാൻ ഷോർട്ടാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ എടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഷോർട്ടായി പോയത്. അപ്പോൾ പിന്നെ പഴയകാല ഓർമ്മകളിലേക്ക് തന്നെ ഈ നാരങ്ങ മുട്ടായൊക്കെ ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു എത്ര പറഞ്ഞു കുഞ്ഞിലെ കഴിച്ചതാണ് ഈ മുട്ടായി. ഇപ്പോഴും ഇത് കിട്ടിയപ്പോൾ അതൊന്ന് കഴിക്കണമെന്ന് തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ബൈ.